അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ടെക്നിക്കൽ സൈഡ് നോക്കുന്നത് റെഫ്രിജറേഷൻ സിസ്റ്റം, ചില്ലർ അല്ലെങ്കിൽ എ സി എന്തായിക്കോട്ടെ, നമ്മൾ ഗ്യാസ് റിക്കവർ ചെയ്യും എന്ന് വെച്ചാൽ ചെറിയ യൂണിറ്റ് നമ്മൾ പമ്പ് ഡൗൺ എന്ന് പറയും. അത് എങ്ങനെ ചെയ്യുമെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഈ റിക്കവർ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു യൂണിറ്റിൽ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് ആ ഗ്യാസ് വേറൊരു സിലിണ്ടറിലേക്കോ ഇതിലേക്ക് സേവ് ചെയ്യണതിനെയാണ് പറയുന്നത്. ഈ കാണുന്നത് 160 ടണ്ണിൻ്റെ ചില്ലർ പ്ലാന്റാണ്. അപ്പോൾ ഈ ചില്ലർ പ്ലാന്റ് നമ്മൾ എന്തെങ്കിലും ആവശ്യമില്ല, ഇപ്പോൾ കംപ്രസർ കംപ്ലൈൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇതിൽ ഓയിൽ മാറ്റാനോ അങ്ങനെ എന്തെങ്കിലും കാരണത്താൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കംപ്രസറിൻ്റെ അതിൻ്റെ ഉള്ളിൽ റീവർക്ക് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലുള്ള റെഫ്രിജറൻറ്റ് നമുക്കത് എടുത്തു വയ്ക്കണം. അല്ലെങ്കിൽ അത് തുറന്ന് കളഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും 10-50 കിലോളം വരും റെഫ്രിജറൻറ്റ്. അപ്പോൾ അത് നമുക്ക് എക്സ്പെൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ സാധാരണ കംപ്രസറിലൊക്കെ നമ്മൾ പമ്പ് ഡൗൺ ചെയ്ത് വയ്ക്കുമല്ലോ, അതായത് ഡിസ്ചാർജ് ക്ലോസ് ചെയ്തിട്ട് സെക്ഷൻ മാത്രം ഓപ്പൺ ചെയ്ത് അങ്ങനെ പമ്പ് ഡൗൺ ചെയ്ത് കംപ്രസറിൽ സ്റ്റോർ ചെയ്യും. അപ്പോൾ ഈ യൂണിറ്റിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ യൂണിറ്റിൽ നിന്ന് ഒരു സിലിണ്ടറിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്ത് വയ്ക്കുകയാണ്. അപ്പോൾ ഇതിലെങ്ങനെ സ്റ്റോർ ചെയ്ത് വയ്ക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ കാണിച്ചു തരാം. ഇതിൽ 22 ആണ് യൂസ് ചെയ്യണത്. അപ്പോൾ നമുക്ക് ഈ സിലിണ്ടറിലേക്കാണ് അവർ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത്. അതായത് 50 കിലോളം വരും. അപ്പോൾ ഇത് എങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വേറെ ഏതെങ്കിലും ഗ്യാസ് യൂസ് ചെയ്താണെങ്കിൽ വാക്വം ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. അല്ലാത്തതാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്യാസ് അവർ ലയം വഴിയിട്ട് ഒരു കംപ്രസർ വെച്ചിട്ടുണ്ട്. ഈ കംപ്രസർ കംപ്രസർ അതിന് സക്ഷൻ വെച്ച് സക്ക് ചെയ്തിട്ട് ഡിസ്ചാർജ് നല്ല ഇത് ഐസ് ഇട്ട വെള്ളമാണ് തണുപ്പിച്ച് ഈ ഗ്യാസിനെ ലിക്വിഡ് ആക്കിയിട്ടാണ് ഇതിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയാണ് വലിയ യൂണിറ്റുകളിലും ചെയ്യുന്നത്. അപ്പോൾ ഇത് തണുപ്പ് കഴിയുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ഐസ് ഇട്ട് കൊടുക്കും. ആക്ച്വലി നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണത്. ശരിക്കും ഈ കംപ്രസർ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇത് റോങ് ആണ്. ഇതിന് നമുക്ക് ഈ സെക്ഷൻ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു യൂണിറ്റ് ഉണ്ട്. സെയിം പ്രോസസ്സിങ് ഇങ്ങനെ തന്നെ കംപ്രസർ പോലത്തെ സംഭവം തന്നെയാണ്, ആ യൂണിറ്റ് വെച്ചാണ് ചെയ്യണത്. പക്ഷേ ഇത് നമ്മൾ ഇത്തിരി സാധാരണ ഇത് മുമ്പൊക്കെ ചെയ്ത് പരിചയമുള്ളവരൊക്കെ നമ്മൾ ഇതുപോലെ ഒരു കംപ്രസർ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയും ചെയ്യാം. ഇത് ശരിക്കും നമുക്ക് സേഫ്റ്റി അല്ല വെള്ളത്തിലൊക്കെ ഇറക്കി വെച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതിനൊരു യൂണിറ്റ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സിങ് സെയിം തന്നെ, കംപ്രസർ പോലൊരു സംഭവം തന്നെയാണ് അതിൻ്റെ ഉള്ളിലും. അപ്പോൾ അത് സെക്ഷനിൽ ഭരിച്ച് ഡിസ്ചാർജ് എടുത്ത് ഇതിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ഇപ്പോൾ ഓൾറെഡി ഇത് വർക്കിംഗ് ആണ്. ഇതിൽ ഐസ് ഇട്ടുണ്ട്. ഇതിൻ്റെ ഡിസ്ചാർജ് ഭാഗം ഇതിൽ നല്ല ഹോട്ടായിരിക്കും. ഹോട്ടും ഉണ്ടാവും, പ്രഷറും ഉണ്ടാവും. നമ്മൾ സാധാരണ കംപ്രസറിൽ ഇത് നമ്മൾ ചിൽഡ് വാട്ടറിൽ പോയിട്ട് ടെമ്പറേച്ചർ കുറയും, പ്രഷർ ഗ്യാസിൽ നിന്ന് ലിക്വിഡിലേക്ക് ഫോം ആവും, കൺവേർട്ട് ആവും. എന്നിട്ട് ഈ ലിക്വിഡാണ് ഇതിലേക്ക് ചാർജ് ആവണം.